ഇന്നലത്തെ ബിഗ് ബോസ് വീട്ടിലെ പാവ നിർമ്മാണം ടാസ്ക് വൻ അടിയിലാണ് കലാശിച്ചത്. പാവയുടെ ഭാഗങ്ങൾ കളക്ട് ചെയ്ത് മാക്സിമം ഡോൾസ് ഉണ്ടാക്കുക എന്നതായിരുന്നു ഗെയിം. ഓരോ പാവയ്ക്കും 5 പോയിന്റ്സ് വീതമാണ് ലഭിക്കുക. തുടക്കത്തിലെ തന്നെ അനുമോളും അക്ബറും തമ്മിൽ ചെറിയ രീതിയിലൊക്കെ വഴക്കുണ്ടായിരുന്നു. എന്നാൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും അക്ബറും അനുമോളും തമ്മിൽ വൻ തർക്കത്തിലാണ് അവസാനിച്ചത്. കാരണം അനുമോളുടെ പിറകിലാണ് അക്ബർ നിന്നതെന്നും അതുകൊണ്ട് തന്നെ ടാസ്ക് നടക്കുന്നതിനിടയിൽ നല്ല രീതിയിൽ പുഷ് ചെയ്തെന്നും അങ്ങനെ വഴക്കുണ്ടായി. ലക്ഷ്മിയും അതിനെപ്പറ്റി പറഞ്ഞ് നല്ല രീതിയിൽ റൈസ് ചെയ്ത് സംസാരിക്കുകയും അത് വലിയൊരു അടിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഷാനവാസ് ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുമായിരുന്നു. അടുത്ത റൗണ്ടിൽ അക്ബർ അനീഷേട്ടൻ്റെ പിറകിലായിരുന്നു നിന്നത്. അപ്പം തന്നെ അനീഷേട്ടൻ വെല്ലുവിളിക്കുന്നുണ്ട്, എൻ്റെ അടുത്താണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നും പറഞ്ഞ് വാൺ ചെയ്യുന്നുണ്ട് ഓൾറെഡി. എന്നാൽ ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ആദില പോയി അക്ബറിൻ്റെ പാവകളെല്ലാം മോഷ്ടിക്കുന്നുണ്ട്. നെവിനും പാവമോഷണം നടത്തുന്നുണ്ട്. അതിനുശേഷം അക്ബർ വന്ന് ചോദിക്കുന്നുണ്ട് ആദിലയോട് പാവ എടുത്തോ എന്നുള്ളത്. അങ്ങനെ അവൾ എടുത്തില്ല എന്ന് പറഞ്ഞു. ഡോൾസ് മിസ്സായത് കാരണം അക്ബറിന് പോയിന്റ്സ് ഒന്നും ലഭിച്ചില്ല. ഇതിനിടയിൽ അനുമോളുടെ ഡോള് താഴെ വീണത് നെവിൻ എടുത്തെന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ അനുമോൾ നെവിനും തമ്മിൽ അടിയായി. അങ്ങനെ ആദിലയും നൂറയും ഡോൾസ് ഷെയർ ചെയ്ത് അനുമോൾക്ക് കൊടുത്തു. അവസാനം ഗെയിമിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ലഭിച്ചത് ആര്യനാണ്. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി വീണ്ടും അടുത്ത പ്രശ്നമുണ്ടായി. അതായത് അനുമോൾ കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസിനോട് ചോദിക്കാതെ കുക്ക് ചെയ്യുകയും മറ്റുള്ളവർ ഫുഡ് എടുക്കുമ്പോഴത്തേക്കും വഴക്കുണ്ടാക്കുന്ന അനുമോൾ എന്തുകൊണ്ട് കിച്ചൺ ക്യാപ്റ്റനോട് ചോദിക്കാതെ സ്വന്തമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞ് നെവിനുമായിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കി. അവസാനം ഇനി കുക്ക് ചെയ്യാനായിട്ട് കയറില്ല എന്ന് അനുമോൾ പറയുകയും നെവിൻ പറഞ്ഞു നെവിന് കുക്കിംഗ് അറിയാം, അതുകൊണ്ട് അവൻ ചെയ്തോളാമെന്ന്.